Hi, good morning all of you. SSLC 10th ക്ലാസ്സിലെ കെമിസ്ട്രി പീരിയോഡിക് ടേബിൾ ആൻഡ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിലെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് സെന്ററിലും these electrons are revolving around the nucleus in a particular path is called shell. According to Bohr model of atom, the electrons are revolving around the nucleus in a particular path is called shell. There are main four shell K, L, M, N, etc. In K shell, the maximum number of electrons can be occupied 2, and L shell, the maximum number of electron 8, and M shell 18, and N shell 32. Bohr model of atom പ്രകാരം ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പാത്തിനെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ പറയുന്ന പേരാണ് ഷെല്ല്. മെയിനായിട്ട് 4 ഷെല്ലുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. 2n എന്ന് പറയുന്ന ഈ ഇക്വേഷൻ പ്രകാരം ഓരോ ഷെല്ലിലും പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇവിടെ കാണിച്ചിട്ടിരിക്കുന്നത്. where n is the number of shell. If shell is K, then n is equal to 1. If shell is L, then n is equal to 2. If shell is M, n is equal to 3. As so as the maximum number of electron can be occupied in the different shells are 2, 8, 18 and 32 respectively. നമ്മൾ 10ാം ക്ലാസ്സിൽ വരുന്ന സമയത്ത് ചെറിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ അല്ല. ആക്ച്വലി ഈ ഇലക്ട്രോൺ ഉള്ളത് ഷെല്ലിലല്ല, പിന്നെ ഉള്ളത് സബ് ഷെല്ലിലാണ്. സബ് ഷെല്ല് എവിടെയുള്ളത്? ഈ ഷെല്ലിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ആണ് സബ് ഷെല്ല്. സബ് ഷെല്ല് എന്ന് പറയുമ്പം മെയിനായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് സബ് ഷെല്ലുകൾ എസ്, പി, ഡി, എഫ് എന്ന് പറയുന്ന 4 സബ് ഷെല്ലുകളാണ്. എസ്, പി, ഡി, എഫ്. നമ്മൾ ഈ സബ് ഷെല്ലുകളെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലാണ്. ഷെല്ലുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലും. ശ്രദ്ധിക്കുക, ഈ എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. പി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിനോട് 4 കൂട്ടാം 6 ആണ്. ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ പരമാവധി ഇലക്ട്രോൺ 6 + 4 10 ആണ്. അഗൈൻ എഫ് സബ് ഷെല്ലിൽ ഉള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 10 + 4 14. ഈ സബ് ഷെല്ലുകൾ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് അറിയാം. എസില് 2 ആണ്, പിയില് 6 ആണ്, ഡിയില് 10 ആണ്, എഫില് 14 ആണ്. ശരി, നമ്മൾ 9ാം ക്ലാസ്സില് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ വിന്യാസം. ഈ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. നമ്മൾ എഴുതുന്ന സമയത്ത് 2, 8, 1. കെ ഷെല്ലില് 2ഉം എൽ ഷെല്ലില് 8ഉം എം ഷെല്ലിലോട്ട് ബാക്കിയുള്ള ഒരെണ്ണം പോകും. ശരി, അടുത്ത എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആർഗൺ 18 ആണ്. നോക്കാം, 2, 8, 8. 2 + 8 10, 10 + 8 18. ശരി, നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ ട്വിസ്റ്റ് വരുന്നത്. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്. അതിന്റെ ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ സാധാരണ എഴുതാം 2, then 8, then 8, again
1. ശരി, നമുക്കറിയാം കെ ഷെല്ലിൽ പരമാവധി ഇലക്ട്രോൺ 2 ആണ്. എൽ ഷെല്ലിൽ പരമാവധി 8 ആണ്. എം ഷെല്ലിൽ പരമാവധി 18 ആണ്. എൻ ഷെല്ലിൽ പരമാവധി 32 ആണ്. ഇവിടെ നോക്കി നിങ്ങള് കെ ഷെല്ലില് 2, എൽ ഷെല്ലില് 8, എം ഷെല്ലില് അഗെയിൻ 8 ആണ് എഴുതിയിട്ടുള്ളത്. ദെൻ എൻ ഷെല്ലിക്ക് 1 എഴുതി. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ എഴുതി? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് നമ്മൾ ഈ എം എന്ന് പറയുന്ന ഷെല്ലില് പരമാവധി 18 ഇലക്ട്രോൺ പോകുമെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഇവിടെ 9 നാൻ എഴുതിയില്ല? നാൻ എഴുതുന്നത് തെറ്റാണ്. പകരം എന്താണ് എഴുതേണ്ടത്? 2881. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺ ഉള്ളത് ഷെല്ലിലല്ല, സബ്ഷെല്ലിലാണ്. ഇവിടെ ബോർഡിൽ ഷെൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഷെല്ലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സബ്ഷെല്ല് നമുക്കിവിടെ എഴുതാനുണ്ട്. നോക്കാം. കെ ആവുമ്പം 1ാമത്തെ ഷെല്ല്, എൽ ആവുമ്പോൾ 2ാമത്തെ ഷെല്ല്, എം ആവുമ്പോൾ 3ാമത്തെ ഷെല്ല്, എൻ ആവുമ്പം 4ാമത്തെ ഷെല്ല്, അങ്ങനെ പോകുന്നു. റെഡി? നോക്കാം. ഇവിടെ സബ്ഷെല്ല് എഴുതണം. ഏതൊക്കെ സബ്ഷെല്ലുള്ളത്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എസിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്, പിയില് 6 ആണ്, ഡിയില് 10 ആണ്, എഫില് 14 ആണ്. റെഡി? നമ്മളിവിടെ സബ്ഷെല്ല് എഴുതാണ്. കെ എന്ന് പറയുന്ന ഷെല്ലിന് എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. നോക്കാം. കെയില് പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എസിലെയും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ടാലിയായി. നെക്സ്റ്റ്, എൽ എന്ന് പറയുന്ന ഷെല്ലില് എസ് ഉണ്ട്, കൂടെ പി ഉണ്ട്. നോക്കാം. അങ്ങനെ ആകുമ്പോൾ എല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഇവിടെ എസില് 2 ഉണ്ട്, 2 പ്ലസ്, പിയില് 6 ഉണ്ട്, 2 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 8. ബാലൻസ്ഡായി. ടാലിയാണ്. നെക്സ്റ്റ് എമ്മില് പരമാവധി ഇലക്ട്രോൺ 18 ആണ്. നോക്കാം. എസ് ഉണ്ട്, കൂടെ പി ഉണ്ട്, ഡി ഉണ്ട്. ചെയ്യുന്ന സമയത്ത് 2 പ്ലസ്, പിയില് 6 പ്ലസ്, ഡിയില് 10 ഇസ് ഈക്വൽ ടു ടോട്ടൽ 10 പ്ലസ് 16 പ്ലസ് 10 പ്ലസ് 6 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 18. ടാലിയായി. നെക്സ്റ്റ് എൻ അതേപോലെ നോക്കുകയാണെങ്കിൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. എന്നിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പറ്റിച്ചതാണ്. പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. നോക്കാം. എസ്, പി, ഡി, എഫ്. എസിന് 2 പ്ലസ് 6 പ്ലസ് 10 പ്ലസ് 14 ഇസ് ഈക്വൽ ടു ടോട്ടൽ 32. ബാലൻസ്ഡ് ആയി. അപ്പൊ നമ്മൾ പറഞ്ഞു ഷെല്ലും സബ്ഷെല്ലും പറഞ്ഞു. ഇവിടെ ഒരു എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ആ എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് കെയിലുള്ള സബ്ഷെല്ലാണോ, എല്ലിലുള്ള സബ്ഷെല്ലാണോ, എമ്മിലുള്ള സബ്ഷെല്ലാണോ, എന്നിലുള്ള സബ്ഷെല്ലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആയതുകൊണ്ട് നമ്മള് ഈ കെയിലുള്ള സബ്ഷെല്ലിനെ നമ്മൾ 1s എന്ന് കൊടുക്കുന്നു. കെയിൽ എസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1s എന്ന് കൊടുക്കുന്നു. എൽ എന്ന് പറയുന്നത് 2ാമത്തെ ഷെല്ലാണ്, അതുകൊണ്ട് നമ്മൾ 2s 2p എന്ന് കൊടുക്കുന്നു. എം എന്ന് പറയുന്നത് 3ാമത്തെ ഷെല്ലാണ്. സോ 3ാമത്തെ ഷെല്ലിലുള്ള അതല്ലെങ്കിൽ എം ഷെല്ലിലുള്ള സബ്ഷെല്ലുകളെ നമ്മൾ 3s 3p 3d എന്ന് പറയുന്നു. അങ്ങനെ 4ാമത്തെ ഷെല്ലിലെ അതായത് എൻ ഷെല്ലിലെ സബ്ഷെല്ലുകളെ 4s 4p 4d 4f ഇങ്ങനെ സൂചിപ്പിക്കുന്നു. നോക്കാം. ഈ സബ്ഷെല്ലുകളിലാണ് ഇനി ഇലക്ട്രോൺ കയറുന്നത്. ഈ ഷെല്ലിലെ വ്യത്യസ്തമായിട്ടുള്ള സബ്ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഉള്ളത്. റെഡി? അപ്പോ നമ്മൾ പറഞ്ഞത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ ഉള്ളത്. കെയുടെ സബ്ഷെല്ല് 1s ആണ്. എല്ലിന്റെ സബ്ഷെല്ല് 2s 2p. അങ്ങനെ പോകും അപ് ടു 7s 7p 7d 7f. 8s വരില്ല, കാരണം പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ആണ് ഉള്ളത്. പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ആണ് ഉള്ളത്. ശരി, അതുകൊണ്ട് നോക്കാം. ഇനി ഇലക്ട്രോൺ പോവാ ആദ്യം എങ്ങോട്ടാ കയറാം? കെയിലേക്കാണ് കയറാം. കെയിലായിട്ടാണോ ഇലക്ട്രോൺ കയറുന്നത്? അല്ല, കെയിലെ സബ്ഷെല്ല് ആരാണ്? 1s. അപ്പൊ 1siലോട്ടാണ് ഇലക്ട്രോൺ കയറുക. ശരി, നോക്കാം. അപ്പൊ ഏറ്റവും എനർജി കുറവുള്ള സബ്ഷെല്ല് എന്ന് പറയുന്നത് 1s, അതിലും കൂടുതലുള്ളത് 2s, അതിലും കൂടുതലുള്ളത് 2p, അതിലും കൂടുതലുള്ളത് 3s, അതിലും കൂടുതലുള്ളത് 3p, അതിലും കൂടുതലുള്ളത്
3D എന്ന് നിങ്ങൾ പറയും, പക്ഷെ അത് തെറ്റാണ്. ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു അമ്പിട്ട് കൊടുക്കുക, താഴോട്ടൊരു അമ്പിട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുക, അമ്പിടുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ശരിക്കും നോക്കണം, നോക്കിയിട്ട് വേണം, മാറാൻ പാടില്ല. താഴോട്ട് ഒരു നമ്മളൊരു അമ്പ് കൊടുക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു, വരുന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ്. ഫസ്റ്റ് 1s, അത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് 2s, ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കുക. 2s, അത് കഴിഞ്ഞതാ 2p, 3s, ഇങ്ങനെ വരും, അവിടുന്ന് ഇങ്ങോട്ട് വന്ന്. അത് കഴിഞ്ഞ് 3p, 4s, ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് 3d, 4p, അത് കഴിഞ്ഞതാ 5s. ഇങ്ങനെ ഡയഗണൽ ആയിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുക. നോക്കുക, ഈ ഒരു ഓർഡർ പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് 1s, ഏറ്റവും ചെറുത് 1s. 1s നമ്മൾ പറയും ലെസ് ദാൻ എന്ന് പറയും, 1s ലെസ് ദാൻ. അത് കഴിഞ്ഞാൽ 1s കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 2s. നമ്മളിതിങ്ങനെ ആലോചിച്ചാൽ മതി, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നു, ഈ ഒരു സിഗ്സാഗ് മാനറിൽ ഇങ്ങനെ വരുന്നു. നോക്കുക, ശരി. അങ്ങനെ നോക്കുന്ന സമയത്ത് 1s ലെസ് ദാൻ, 2s ലെസ് ദാൻ, അത് കഴിഞ്ഞാൽ 2p, 2p കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3s, 3s അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3p, 3p കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4s, 4s കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് ശ്രദ്ധിക്കണേ, 4s കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 3d, 4s ലെസ് ദാൻ 3d, 3d കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 4p, 4p കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 5s, ലെസ് ദാൻ 5s. ഇതാണ് നമ്മുടെ ഊർജനിര അഥവാ എനർജി സീരീസ് എന്ന് പറയും. 1s ലെസ് ദാൻ, 2s ലെസ് ദാൻ, 2p ലെസ് ദാൻ, 3s ലെസ് ദാൻ, 3p ലെസ് ദാൻ, 4s ലെസ് ദാൻ, 3d ലെസ് ദാൻ, 4p ലെസ് ദാൻ, 5s. അപ് ടു നിങ്ങൾ പരീക്ഷയ്ക്ക് എന്ത് വേണം? ഇതുവരെ, അറ്റ്ലീസ്റ്റ് ഇതുവരെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുന്ന നിർബന്ധമാണ്. നമുക്ക് ഇതില്ലെങ്കിലും പ്രശ്നമില്ല, പരീക്ഷയ്ക്ക് എക്സാം പിന്നെ പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ് ടു 3d വരെ നമ്മൾ നിർബന്ധമാണ്, പഠിച്ചൊക്കെ നിർബന്ധമാണ്. 1s ലെസ് ദാൻ, 2s ലെസ് ദാൻ, 2p ലെസ് ദാൻ, 3s ലെസ് ദാൻ, 3p ലെസ് ദാൻ, 4s ലെസ് ദാൻ, 3d. ഇതാണ് നമ്മുടെ അതിന്റെ എനർജി സീരീസ് അഥവാ ഊർജ നിര എന്ന് പറയും. അപ്പോ ഇതാണ് നമ്മുടെ ആ ഊർജ നിര അഥവാ എനർജി സീരീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെ, നമ്മൾ നിയോൺ എഴുതുന്ന സമയത്ത് നിയോൺ അറ്റോമിക് നമ്പർ 10 ആണ്. നമ്മൾ അതിന്റെ ഷെൽ കോൺഫിഗറേഷൻ എഴുതിയിരുന്നത് 2, 8 എന്നാണ്. ഇനി അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. നോക്കാം, ഫസ്റ്റ് ആരാണ്? 1s ആണ്. 1s, ആ എസിൽ പരമാവധി ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അത് നമ്മൾ മുകളിൽ എഴുതും. സോ ഇതിനെ നമ്മൾ 1s2 എന്ന് വായിക്കും, 1s2. അത് കഴിഞ്ഞാൽ പിന്നെ 2s, അതിനിടയിൽ നമ്മൾ കോമയെ ഒന്നും ഇടേണ്ട, ശ്രദ്ധിക്കുക. ഈ ലെസ് ദാൻ എന്ന് പറയുന്ന സൈനും ചിഹ്നം ഇടേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. 1s2, അടുത്തത് 2s ആണ്. 2s വരുന്നത് 2 ഇലക്ട്രോൺ തന്നെ. എസിലെല്ലാം 2 ഇലക്ട്രോൺ, പിയിലെല്ലാം 6 ഇലക്ട്രോൺ, ഡിയിലെല്ലാം 10, എഫിലെല്ലാം 14. ആ ഒരു ഓർഡർ പ്രകാരം നമ്മൾ എഴുതാൻ പോവാണ്. ശരി, അപ്പം 2 + 2 4 ആയി, അപ് ടു 10 വരെ പോകണം. ശരി, നെക്സ്റ്റ് ആരാണ്? 2s കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 2p. ശരി, 2p പറയുമ്പോൾ എത്ര വരും? 6. സോ ടോട്ടല് 6 + 2 8, 8 + 2 10. ശരി, 10 ബാലൻസ്ഡ് ആയി. ഇത് എങ്ങനെ വരുന്നത്? ഇത് കെ ഷെല്ലാണ്, അതിൽ 2, ഇത് രണ്ടും ഏത് ഷെല്ലാണ്? എൽ ഷെല്ലാണ്. 2 + 6 8. അങ്ങനെയായിരുന്നു നമുക്ക് എന്ത് കിട്ടിയിരുന്നത്? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8 എന്ന് പറയുന്ന സാധനം കിട്ടിയിരുന്നത്. നോക്കാം, ഇനി നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ആർഗൺ, അങ്ങനെയാണെങ്കിൽ ആർഗൺ എങ്ങനെ എഴുതാം? ആർഗൺ 18 ആണ്. എങ്ങനെ എഴുതാം നോക്കാം. നിങ്ങൾ പറയൂ. 1s2, അത് കഴിഞ്ഞ് 2s2, അത് കഴിഞ്ഞ് 2p6, അത് കഴിഞ്ഞ് 3s2, അത് കഴിഞ്ഞ് 3p6. പോരെ? റെഡി? നോക്കാം. ഇത് കെയില് 2 എണ്ണം, ഇത് രണ്ടും എൽ ആണ്. 8, ഇത് രണ്ടും എം ആണ്. അതുകൊണ്ട് അഗെയിൻ 2 + 6 8. സോ 2, 8, 8. 10 + 8 18. റെഡി. ഇത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ പൊട്ടാസ്യം 19. ഇതായിരുന്നു നമ്മുടെ ടിസ്റ്റ് വന്നിരുന്നത്. ഈ ക്വസ്റ്റ്യനിലായിരുന്നു നമുക്ക് ടിസ്റ്റ് വരുന്നിരുന്നത്. എങ്ങനെ എഴുതാം? 1s2, നോക്കാം, ശ്രദ്ധിക്കണേ. 1s2, അത് കഴിഞ്ഞ് 2s2, അത് കഴിഞ്ഞ് 2p6, അത് കഴിഞ്ഞ് 3s2, അത് കഴിഞ്ഞ് 3p6. 3p6 കഴിഞ്ഞാൽ അടുത്തതാരാ? നോക്കാം, 4s1. നോക്കാം എങ്ങനെ വരും? ടോട്ടല് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 19 കിട്ടും. നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാണെങ്കിൽ ഇത് കെ ആണ്,
2 ആണ്, ഇത് രണ്ടും L ആണ്, 8 ആണ്, ഇത് രണ്ടും M ആണ്, അഗൈൻ 8 ആണ്, 6 + 2 8 ആണ്, ഇത് N ആണ് 1. അതുകൊണ്ടാണ് നമ്മൾ 2 8 8 1 എന്ന് എഴുതാനുണ്ടായിരുന്ന കാരണം. അതായത് M ഷെല്ലിൽ 9ാമത്തെ ഇലക്ട്രോൺ കയറുന്നതിന് പകരം N ഷെല്ലിലെ 4s എന്ന് പറയുന്ന സബ് ഷെല്ലിലാണ് ബാക്കിയുള്ള ആ ഒരു ഇലക്ട്രോൺ കയറുന്നത്. ശരി, ഇതുപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണം? അറ്റോമിക് നമ്പർ 10 മുതൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ നിയോൺ മുതൽ 10 മുതൽ അപ് ടു 40 വരെയുള്ള പീരിയോഡിക് ടേബിൾ നോക്കി അറ്റോമിക് നമ്പർ 10 മുതൽ അപ് ടു 40 വരെയുള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. ശ്രദ്ധിക്കണം, ഇത് എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിച്ചാലേ നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റോമിക് നമ്പർ 24ഉം അറ്റോമിക് നമ്പർ 29ഉം ഇത് രണ്ടും നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ടതില്ല. അറ്റോമിക് നമ്പർ 24ഉം അറ്റോമിക് നമ്പർ 29ഉം നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ടതില്ല. അതിൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ഒരു ട്വിസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും.